ഹായ് എരിവൺ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേഷനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈറിച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല കഴിഞ്ഞ കുറച്ച് 2-3 ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ED അന്വേഷണത്തിന് വന്ന സമയത്ത് ഹൈറിച്ചിൻ്റെ ഓണേഴ്സായിട്ടുള്ള പ്രതാപനും അതുപോലെ തന്നെ സീന പ്രതാപനും ഒരു രണ്ടുപേരും വീട്ടിൽ നിന്നും മുങ്ങിയെന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം വലിയൊരു വിഭാഗം ആളുകളുടെ ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല, എങ്കിൽ പോലും നഷ്ടപ്പെട്ടതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഹൈറിച്ച് യൂണിയനും കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ പെട്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈ 10,000-ൻ്റെ കൂപ്പണും അതുപോലെ തന്നെ 5 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തന്നെ ഈ ഹൈറിച്ചിൻ്റെ പ്രൊമോട്ടർമാരാണ് കൂടുതലും സ്വീകരിച്ചിട്ടുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് ആരാണോ ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്യിച്ചിട്ടുള്ളത് അവരോടാണ് ഈ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നത്. ഇപ്പം ഇതുവരെ ഹൈറിച്ച് തിരിച്ചു വരും എന്നൊരു ചെറിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊന്നും തന്നെ ഹൈറിച്ച് പ്രൊമോട്ടർമാർക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം സ്ഥിതി അങ്ങനെയല്ല. ED അന്വേഷണത്തിന് വന്ന സമയത്ത് യാതൊരു വിശദീകരണവും കൊടുക്കാതെയാണ് ഹൈറിച്ചിൻ്റെ ഓണേഴ്സായിട്ടുള്ള പ്രതാപനും സീന പ്രതാപനും ഈ രണ്ടുപേരും അപ്രത്യക്ഷമായിട്ടുള്ളത്. ഇവരെങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും കൃത്യമായ ഒരു വിവരവുമില്ല. കണ്ണൂരിലെ ഏതോ രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറി എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഹൈറിച്ചിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളുകളൊക്കെ തന്നെ വളരെ പാനിക്കാണ്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. 5 lakh എബോവ് എമൗണ്ട് ഒക്കെ തന്നെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഹൈറിച്ചിനെതിരായിട്ടുള്ള പരാതിയുടെ ഒരു പ്രവാഹം തന്നെ ഇനി അങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാണ് ഇപ്പം ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത ആളുകളും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സും ഒക്കെ തന്നെ. കാരണം യാതൊരു വിശദീകരണവും നൽകാതെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു അന്വേഷണം വന്ന സമയത്ത് ഇതിൻ്റെ ഓണേഴ്സ് അപ്രത്യക്ഷമായിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഇവർ അപ്രത്യക്ഷമായത് അല്ലെങ്കിൽ അവർ അവിടെ നിന്നും മാറിയത് എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിൻ്റെ ഒരു ഒഫീഷ്യൽസും പുറത്തുവിട്ടിട്ടില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം അറിയെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഒരുപക്ഷെ മറ്റേതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇവർ മാറി നിന്നതായിരിക്കാം. മാറി നിന്നതാണെങ്കിൽ പോലും കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കേണ്ടിയിരുന്നു. EDയുടെ ഈ ഒരു അന്വേഷണം ഗൗരവകരമായ ഒരു പരാതിയിന്മേലാണ് ED കേരളത്തിലെത്തുന്നത്. 100 കോടി രൂപ വിദേശത്തേക്ക് മാറ്റി അല്ലെങ്കിൽ 100 കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്ന ഒരു പരാതിയിന്മേലാണ് EDയുടെ അന്വേഷണം വരുന്നത്. ഈ ഒരു അന്വേഷണത്തിനോട് സഹകരിക്കാതെയാണ് ഇവർ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഹൈറിച്ച് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ED കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇവരെ കണ്ടെത്താനുള്ള. എന്ത് കാരണത്താലാണ് ഇവർ അപ്രത്യക്ഷമായത് എന്ന് ഇതുവരെ വിശദമാക്കാത്തതിനാൽ തന്നെ ഹൈറിച്ച് പൂർണ്ണമായിട്ടും തകർന്നുവെന്നും പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇവർ ഇതിനെ നേരിടേണ്ടതായി. കാരണം അത്തരത്തിലുള്ള ഗൗരവകരമായ ഒരു ആരോപണമാണ് ഹൈറിച്ചിനെതിരായിട്ട് ഉയർന്നിരിക്കുന്നത്. 100 കോടി എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. 100 കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്ന ഒരു പരാതിയിന്മേലാണ് ഈ ഒരു അന്വേഷണം വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത്. ഒരു പരാതി മാത്രമായതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണവുമായി ഹൈറിച്ചിൻ്റെ ഓണേഴ്സ് സഹകരിക്കേണ്ടതായിരുന്നു. അതെന്തുകൊണ്ടാണ് അവർ സഹകരിക്കാത്തതെന്ന് അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. വരും മണിക്കൂറുകളിൽ എന്തായാലും ഇതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം ഹൈറിച്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.